നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലണ്ടനിൽ ബേക്കറി ബേക്കിംഗ് ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. പടിഞ്ഞാറൻ യോർക്ക്ഷയറിന് സമീപത്തുള്ള ഭക്ഷണ നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. നിലവിൽ ആർക്കും പരിക്കേറ്റതായി സൂചനയുമില്ല. എന്നാൽ പുക മൂലം നിരവധി പേർക്ക് തലചുറ്റും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇന്നലെ ഉച്ചയ്ക്കാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് യോർക്ക്ഷയർ അഗ്നിശമന വിഭാഗം അറിയിക്കുകയുണ്ടായി. ആസ്പെറ്റോസ് മേൽക്കൂരയടക്കം ചൂടിൽ പൊട്ടിത്തെറിച്ച് പരിസരത്ത് വൻ പുക നിറയുകയായിരുന്നു. പരിസരവാസികളോട് വാതിലും ജനലുകളും അടച്ചിരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കാറ്റ് നഗരത്തിന്റെ ദിശയിൽ വീശിയതോടെയാണ് കനത്ത പുകയിൽ നഗരം മുങ്ങിപ്പോയത് തന്നെ. പ്രദേശത്തുള്ള നിരവധി റോഡുകൾ ഇതിനോടകം തന്നെ അടച്ചതായും പോലീസ് അറിയിക്കുകയുണ്ടായി. വീടുകളിലേക്ക് പോകാൻ സാധിക്കാത്തവരെ തോൺസ് പാർക്ക് സ്റ്റേഡിയത്തിൽ താമസിക്കാനുള്ള സംവിധാനമാണ് ഇതിനോടകം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഫാക്ടറിക്ക് പുറത്തുണ്ടായിരുന്ന 20ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിക്കുകയുണ്ടായി. ഫാക്ടറിക്ക് തൊട്ട് എതിർവശത്തുണ്ടായിരുന്ന സിനിമാ തിയേറ്റർ പ്രദർശനം നിർത്തിവെച്ച് 100ലേറെ പേരെ ഒഴിപ്പിച്ചതായും മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇങ്സ് റോഡിന് ചുറ്റുമുള്ള റോഡ് അടച്ച് പ്രദേശം ഒഴിവാക്കണമെന്ന് വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നഗര കേന്ദ്രത്തിൽ താമസിക്കുന്ന എല്ലാവരും ജനലുകളും വാതിലുകളും അടച്ചിരിക്കാൻ ആവശ്യപ്പെട്ടു. പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലെന്ന് പോലീസ് വക്താവ് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ താഴത്തെ നിലയുടെ 3/4 ഭാഗവും തകർന്നതായി വെസ്റ്റ് യോർക്ക്ഷയറിൽ ഫയർ ആൻഡ് റെസ്ക്യൂ അറിയിക്കുകയുണ്ടായി. മൊത്തത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ 4 ഗ്രൗണ്ട് മോണിറ്ററേജുകളും 4 വലിയ ജെറ്റുകളും 4 ഏരിയൽ ലാൻഡർ പ്ലാറ്റ്ഫോമുകളും എടുക്കുകയുണ്ടായി. വിശാലമായ രാജ്യത്തിന് 140ഓളം അഗ്നിശമന സേനാംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. താനും ഒരു സഹപ്രവർത്തകയും ബേക്കറി കത്തിക്കരിഞ്ഞ ശേഷം എങ്ങനെ കെട്ടിടത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുമെന്ന് അഗ്നിശമന സേന തങ്ങളെ രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നത് ഒരു തൊഴിലാളി പറയുകയുണ്ടായി. 7ഓളം ഫയർ എഞ്ചിനുകളും എത്തിയിരുന്നു. മെക്ഡൊണാൾഡ് കടകളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വീടുകളിൽ പാർത്തിരുന്നവരെയും പോലീസ് ഒഴിപ്പിക്കുകയുണ്ടായി. അടുത്തുള്ള കടകളും തിരക്കേറിയ റീറ്റെയിൽ പാർക്കിലെ സിനിമയും റെസ്റ്റോറന്റുകളും ഇതിനോടകം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.